ഫ്രണ്ട്സ്, അപ്പോൾ ചിപ്പൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് വന്നേക്കുന്നത്. ചെറിയൊരു ട്രിപ്പാണ്. ഇപ്പൊ നമ്മുടെ തെന്മലയുള്ള അഡ്വഞ്ചേഴ്സ് പാർക്കിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഞാനും മോളും മാത്രമേ ഉള്ളൂ. ഞങ്ങള് ചെറിയൊരു ട്രിപ്പാണ്. നിങ്ങൾ വായോ. അപ്പൊ നമ്മളിവിടെ വരുമ്പോഴത്തേക്കും രാവിലെ കുറെ നേരത്തെ വരാൻ നോക്കുക. അപ്പോൾ കാരണം താമസിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് വരാൻ പറ്റത്തില്ല. ഇതൊരു പാക്കേജ് പോലെ വന്നേക്കുന്നത്. അപ്പോൾ നമ്മള് മാക്സിമം നേരത്തെ വന്നാലേ എല്ലാം കവർ ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് എല്ലാം ഒന്നും കവർ ചെയ്യാൻ പറ്റത്തില്ല. സോ ഫ്രണ്ട്സ്, ഇവിടെ ഫ്ലൈയിങ് ഫോക്സ് ഉണ്ട്. I am so excited to go there. ഇവിടെ വന്നപ്പോ മുതൽ ആള് പറയാ ഫ്ലൈയിങ് ഫോക്സ് കയറുന്നത്. അങ്ങനെ കുറെ അഡ്വഞ്ചേഴ്സ് ഉണ്ട്. കിഡ്സിനൊക്കെ ഇഷ്ടമാണ്. ഞാൻ ഇവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അറിയില്ല. ഇങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നല്ലതാണ്, വന്നാൽ ഒരുപാട് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈം വന്നതാണ്. എന്തൊക്കെയാ ഉള്ളതെന്ന് അറിയത്തില്ല. ഞങ്ങൾ രണ്ടുപേരും നല്ല എക്സൈറ്റഡിലാണ്. എന്താണെന്ന് എനിക്കും അറിയത്തില്ല. പക്ഷെ ഞങ്ങളിവിടെ വന്നപ്പോൾ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവില്ല. ചേട്ടന്മാർ പറയുന്നുണ്ടായിരുന്നു ഫ്ലൈയിങ് ഫോക്സ് ഉണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞങ്ങളൊരു കുട്ടി ട്രിപ്പ്, 1 ഡേ ട്രിപ്പ്. പിന്നെ നമ്മൾ രാവിലെ നേരത്തെ വരണമെന്ന് പറയാൻ കാരണം ബോട്ടിങ്ങും ഇതെല്ലാം കഴിഞ്ഞിട്ട് പോകണമെങ്കിൽ ലാസ്റ്റ് എന്താ പറഞ്ഞാൽ ഫൗണ്ടൻ മ്യൂസിക്കോ ഡാൻസിക്കൽ ഫൗണ്ടൻ അത് 7 o'clock ഉണ്ടാവത്തുള്ളൂ. അപ്പൊ അതെല്ലാം കണ്ട് കറക്റ്റ് പോകണമെങ്കിൽ നമ്മൾ മാക്സിമം രാവിലെ തന്നെ വരിക. 11 മണിക്ക് ശേഷം വരാൻ വേണ്ടി നിൽക്കരുത്. 11 മണിക്ക് മുന്നേ തന്നെ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നമുക്കിത് ഫുള്ള് കവർ ചെയ്ത് തീരത്തുള്ളൂ. നമുക്കും സമയമില്ല. നമ്മളിങ്ങനെ സംസാരിച്ച് സമയം നമുക്ക് പോവാം. അപ്പൊ ഫൈനലി ഞാൻ താഴെ എത്തിക്കഴിഞ്ഞു. നമ്മുടെ അഡ്വഞ്ചർ സ്പോട്ടിൽ നമ്മൾ എത്തി കേട്ടോ. നമ്മൾ അവിടെ നിന്ന് കുറേ ദൂരം നടന്നു. പിന്നെ അത് നമ്മൾ നേരത്തെ വന്നില്ല, അതുപോലത്തെ കല്ല് വെച്ചിട്ടുള്ള സ്റ്റെപ്പ് അതെല്ലാം കഴിഞ്ഞു കുറേ. പക്ഷേ വരുന്ന വഴി നല്ല രസമാണ് കേട്ടോ. കുറേ ഡ്രൈ ലീവ്സ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ വരുമോ കേട്ടോ. ഡ്രൈ ലീവ്സ് ഇട്ടതല്ല, ഓൾറെഡി അതിൽ നേച്ചറായിട്ട് നമുക്ക് തന്നതാണ്. അപ്പോൾ താഴെ ഞാൻ എത്തിക്കഴിഞ്ഞു. നമ്മുടെ ഇനിയിപ്പോൾ ഇവിടെ ഈ സൈഡിൽ കുറച്ചൊരു നെറ്റ് വെച്ചിട്ടുള്ളതും പിന്നെ നടക്കുന്ന അങ്ങനെ കുറേ സംഭവം. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ. നമ്മൾ വന്ന വെയിൽ പോലെ അല്ല. ഇവിടെ എന്താ പറയുക, ഇവിടെ നല്ല കാറ്റും നല്ല എന്താ പറയുക നല്ല ഇപ്പൊ ആളിവിടെ വന്നിട്ടേ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കാൻ പോയതാ. കാരണം ബോട്ടിങ്ങും അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് അങ്ങോട്ടൊക്കെ നോക്കാൻ പോയത്. ഇപ്പൊ ഇവിടെ അധികം അങ്ങനെ ആരുമില്ല കേട്ടോ. ഇപ്പൊ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. വേറെ അധികം അങ്ങനെ ആൾക്കാരൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മാത്രമായിട്ട് ഇനിയിപ്പോൾ എൻജോയ് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് റൈഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇതിന് മുന്നേ ഒരു റൈഡ് ഉണ്ടായിരുന്നു. ആ റൈഡ് അത്യാവശ്യം നല്ല പ്രഷർ കൊടുക്കേണ്ടതും സ്ട്രെയിനുള്ള പരിപാടി ആയത് കാരണം ഞാൻ അങ്ങനെ നൈസാ സ്കിപ്പ് ചെയ്തു. മോളുടെ ഹൈറ്റ് വൈസ് ആ റൈഡ് ഉപയോഗിക്കാൻ പറ്റാത്തതായതുകൊണ്ട് ഞങ്ങൾ അതിൽ കയറിയില്ല കേട്ടോ. രണ്ടാമത്തെ റൈഡ് മുതൽ ഞാനും മോളും അതിൽ കയറി. മോൾക്ക് ശേഷമാണ് ഞാൻ കയറിയത്. ആദ്യം ഞാൻ വിചാരിച്ചു ചെരുപ്പ് യൂസ് ചെയ്യാണ്ട് കയറാമെന്നാണ് വിചാരിച്ചത്. കാരണം റോപ്പല്ലേ, ഷൂസിന്റെ ഹീൽ എങ്ങനെ അതിൽ കുടുങ്ങിയാലോ എന്ന് വിചാരിച്ചു. അപ്പൊ ചേച്ചി പറഞ്ഞു ഇല്ല, സാൻഡൽസ് ഉപയോഗിച്ചിട്ട് എന്നെ നടക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രണ്ടാമത് പോയി സാൻഡൽസ് എടുത്ത് ഇട്ടതിന് ശേഷമാണ് അത് നടന്നത്. നമുക്ക് ചേച്ചി എങ്ങനെയാണ് നടക്കേണ്ടതെന്ന് പറഞ്ഞു തരും കേട്ടോ. റോപ്പില് ഫ്രണ്ടിൽ കൈ പിടിച്ചിട്ട് ഫ്രണ്ടിലോട്ട് പ്രഷർ കൊടുത്ത് നടക്കുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഒത്തിരി റൈഡുകളുണ്ട്. കൊച്ചുകുട്ടികൾക്കും വലിയ ആൾക്കാർക്കൊക്കെ ഒരേപോലെ ഫണ്ണായിട്ടുള്ളതും അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒത്തിരി റൈഡുകളുണ്ട്. അതുപോലെ ഇവിടുത്തെ റോപ്പ് ഉണ്ടോ, ഈ റോപ്പുകളെല്ലാം നമ്മുടെ കപ്പലിൽ ഉപയോഗിക്കത്തില്ലേ, അങ്ങനെ കപ്പലിൽ ഉപയോഗിക്കുന്ന റോപ്പുകളാണ് ഇവിടെ എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. ആ റോപ്പുകൾ നല്ല സ്ട്രോങ് ആണ്. അതുകൂടാണ്ട് 1500 kilograms ഭാരം അതിന് താങ്ങാൻ പറ്റുന്ന കേപ്പബിൾ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പൊട്ടിപ്പോകുന്ന അങ്ങനെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അതാണെങ്കിൽ ഇവിടുത്തെ റൈഡുകളെല്ലാം നല്ല സേഫ്റ്റി സെക്യൂർഡ് ഉപയോഗിച്ചിട്ടാട്ടോ ചെയ്തേക്കുന്നത്. അങ്ങനെ പൊട്ടിപ്പോകുന്നതല്ല. ഇതുവരെയും അവിടെ തുടങ്ങിയ ശേഷം ഇതുവരെ ഒരു കംപ്ലൈന്റോ അങ്ങനെ ഒന്നും തന്നെ വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള റൈഡുകളല്ല. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു പോണ്ട് ഉണ്ടായിരുന്നു. ആ പോണ്ടിൽ ഒരു ചെറിയൊരു ബോട്ട് ഉണ്ട്, പെഡൽ ബോട്ടാണ് ഉള്ളത്. നമ്മൾ തെന്മലയിലുള്ള മറ്റേ ബോട്ടിംഗ് അല്ലാണ്ട് സെപ്പറേറ്റ് ബോട്ട് ഈ അഡ്വഞ്ചറസ് പാർക്കിനകത്തുള്ളത്. നല്ല വെയിലായത് കാരണം പിന്നെ കാറ്റ് നല്ല ഫോഴ്സ് ഉള്ള കാറ്റ്, അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടേ പോവുള്ളൂ. അപ്പൊ ഇച്ചിരി റിസ്ക് ആയതുകൊണ്ട് ഞാൻ അതും അങ്ങ് സ്കിപ്പ് ചെയ്തു. ഇനി നമുക്ക് മീൻ്റെ അടുത്ത് പോകാം. കണ്ടോ, ഇതാണ് മീൻ. ഇപ്പൊ ചേച്ചി പറഞ്ഞത് കൊതിയൻ മീനെന്നാ പറഞ്ഞത് കേട്ടോ. ഇങ്ങനെ കുറച്ച് ഫ്രണ്ട്ലി ആണ്. ഇപ്പൊ ആൾക്കാർ ഫുഡ് ഇട്ട് കൊടുക്കണോണ്ട് ഇങ്ങനെ സൈഡിൽ എപ്പോഴും വന്ന് നിൽക്കും.
ഈ റൈഡാണ് കേട്ടോ ഫ്ലൈയിങ് ഫോക്സ്. ഇത് അടിപൊളി റൈഡായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഹൈറ്റ് വേസ് പറ്റാത്തതുകൊണ്ട് മോൾക്ക് കയറാൻ പറ്റിയില്ല. ഈ ഒരു റൈഡ് കയറാൻ വേണ്ടി മാത്രം അവൾ ഇൻട്രസ്റ്റ് എടുത്ത് ഇവിടെ വന്നത്. ഞാൻ കയറി, പക്ഷേ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി കേട്ടോ. മേലെന്ന് ആദ്യം ഇച്ചിരി ഒന്ന്, മേലെ നല്ല ഹൈറ്റ് അല്ലേ, അപ്പോൾ ചെറുതായിട്ടൊന്ന് പേടിക്കും. പക്ഷേ ലാസ്റ്റ് എത്തുമ്പോൾ ഭയങ്കര രസമാണ്. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തൊരു റൈഡാട്ടോ ഇത്. അഡ്വഞ്ചറസ് പാർക്കിലെ എല്ലാ ഒരുവിധമൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ തിരിച്ച് അടുത്ത സ്പോട്ടിലോട്ട് പോവാണ്. അടുത്ത എവിടെയാ പോകുന്നത്? അടുത്ത നമ്മൾ ഡിയർ പാർക്കിലോട്ട് പോവാണ്. അപ്പൊ ഇതാ ഇത്രയും സ്റ്റെപ്പ് കയറിയാലും നമ്മൾ കാറ് കിടക്കുന്നിടത്ത് പോകത്തുള്ളൂ കേട്ടോ. അടുത്ത സ്പോട്ടിലെ വീഡിയോ മോളുടെ ചാനലിലായിട്ടോ ഇട്ടേക്കുന്ന സോയാസ് ഫെയറി ലാൻഡിൽ. അതിൽ കയറിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. പിന്നെ ഒരു ബോട്ടിൽ വെള്ളം കരുതാൻ മറക്കണ്ട കേട്ടോ. അകത്ത് വെള്ളം വെക്കുന്ന സ്ഥലങ്ങളൊന്നുമില്ല, ക്യാൻറ്റീൻ ഇല്ല. ഞാനാണെങ്കിൽ മറന്നും പോയി എടുക്കാൻ വേണ്ടി. അപ്പം എൻ്റെ ഈ കുട്ടി വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മിസ്റ്റേക്സുകളെല്ലാം നെക്സ്റ്റ് വീഡിയോയിൽ തിരുത്തുന്നതായിരിക്കും. സോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ബി വിത്ത് മീ. താങ്ക് യു.